ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വീട്ടിൽ സ്നോ ഉണ്ടാക്കുക എന്നാണ്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് സ്നോയെ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തൂവെള്ള നിറത്തിൽ നല്ല അടിപൊളി സ്നോ. നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ, സ്നോ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരൊറ്റ സാധനം മാത്രം മതി. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ ഈ സംഭവം എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ എങ്ങനെയാണ് വീട്ടിൽ സ്നോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഒരു ഡയപ്പറാണ്. ഞാനിവിടെ പാമ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. അവിടെ രണ്ട് സൈഡും നമുക്ക് കീറിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള സാധനം ഇരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ കോട്ടിങ് നമുക്കറിയാം, ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങാണ്. അത് നമുക്ക് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പഞ്ഞിയുള്ളൊരു ലെയർ കിട്ടും. അതിൻ്റെ അടിയിലാണ് ഒരു തരിതരി പോലത്തെ സാധനമുണ്ട്. അപ്പോൾ നമ്മൾ അത്ര പെട്ടെന്ന് നമുക്ക് കയ്യിൽ അങ്ങനെ ഒതുങ്ങുന്ന സാധനമൊന്നുമല്ല, തരിതരി പോലെ. അതാണ് സോഡിയം പോളി അക്രിലേറ്റ് എന്ന് പറയും. അത് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടുമൊന്നുമില്ല, ഒരു ഉപ്പ് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ചുരണ്ടി വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും, ഇത്തിരിയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നല്ലപോലെ വാട്ടർ അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് പാമ്പേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു പാമ്പറിൽ നിന്നും. കുറച്ചൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ മാറ്റി ഞാൻ ഇതിനകത്തേക്ക് ഇനി ഇത്തിരി ഈച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ആദ്യം കണ്ട എമൗണ്ട് അല്ല ഇപ്പോൾ ഉള്ളത്, ഇത്തിരി കൂടിയിട്ടുണ്ടല്ലേ. നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇത് പിന്നെ അതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ട് വരാണ്. നമുക്ക് ഇത്തിരീച്ച വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കുറച്ചായിട്ടുണ്ട്, നല്ല വെള്ള നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കാം. പുട്ടുപൊടിക്ക് ഒഴിക്കുന്ന പോലെ തിരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം എന്തോരം അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമുക്ക് കാണാൻ പറ്റും, ഇതേ ആ ഒരു കുറച്ചുകൂടി അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ്നെസ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഇനിയും ഒഴിച്ചാൽ കുറച്ചുകൂടി നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുക, നല്ല തണുപ്പാണ് ഇതിന്. അത്രയും കുറച്ച് സോഡിയം പോളി അക്രിലേറ്റിൽ നിന്നാണ് നമുക്ക് ഇത്രയും സ്നോ പോലത്തെ ഇത് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൽ ഇങ്ങനെ പിടിച്ച് കളിക്കാൻ തോന്നും. നോക്കുക, നല്ല വെള്ള നിറമാണ്, ശരിക്കും മഞ്ഞ് പോലെ തന്നെ. അപ്പോൾ പുൽക്കൂടിനാണെങ്കിലും ഒന്നല്ലെങ്കിലും നമുക്ക് കളിക്കാൻ തന്നെ ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ഇത്തിരി എമൗണ്ട് മതി. ഒരു പാമ്പറിൽ നിന്നുമാണ് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പാക്കറ്റ് പാമ്പർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറേ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.